ഇപ്പോൾ വ്യവസായത്തിൽ താങ്കൾ ഇപ്പോൾ അതും ഒരു സേവനം തന്നെയാണ്. കാരണം ഒരു വ്യവസായം ചെയ്യുന്ന ഒരാൾ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുക, അവരുടെ കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ താങ്കളെ കൊണ്ട് ജീവിക്കുക, അതും തീർച്ചയായും ഒരു വലിയൊരു സേവനം തന്നെയാണ്. കാരണം രാഷ്ട്രീയം പോലെ തന്നെയാണ് കാരണം വ്യവസായം എന്ന് പറയുന്നത്. പെട്ടെന്ന് വ്യവസായം, ഒരു ചെറിയ വ്യവസായം കേരളത്തിൽ നടത്തിയിരുന്നു, പക്ഷെ വേറൊരു രാജ്യത്തിലേക്ക് നമ്മളൊരു വ്യവസായം ചെയ്യാൻ പോകും. പെട്ടെന്ന് ഒരു ജോലിക്കാരനായിട്ടല്ല, ഒരു പെട്ടെന്നൊരു വ്യവസായത്തിലേക്കാണ് കടന്നു വരുന്നത് താങ്കൾ. അപ്പോൾ എന്തെങ്കിലും അങ്കലാപ്പോ മനസ്സിൽ എന്തെങ്കിലും? അങ്കലാപ്പുകളുണ്ട്. കാരണം തികച്ചും വ്യത്യസ്തമായ ഒരു രാജ്യം, സംസ്കാരം, ഭാഷ, രീതികൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉപദേശം, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ബഹുമാനിക്കുന്ന ഒരു സീനിയറായിട്ടുള്ള ആളുടെ അടുത്ത് ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് എല്ലാം എക്സിക്യൂട്ടീവ് കപ്പാസിറ്റിയും പവറുമാണ്. നീ നോക്കുക, നമ്മുടെ IAS കഴിഞ്ഞ് കളക്ടറുമായിട്ടുള്ള ആദ്യ അപ്പോയിൻമെൻ്റ് ആയിരിക്കാം ഒരു IAS കാരൻ. 6 മാസം കഴിയുമ്പോൾ കരകൗശല വസ്തുവിൻ്റെ ഒരു MD സ്ഥാനത്തെത്തുന്നു. അങ്ങനെ മാറി മാറി പോകുന്നു. അപ്പോൾ എവിടെ എത്തുന്നു എന്നുള്ളതല്ല, അവിടെ എത്തിപ്പെട്ടാൽ അവിടെ പെർഫോം ചെയ്യുക എന്നുള്ളത് ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റിയാണ്. തീർച്ചയായും നിന്നിൽ ആ കപ്പാസിറ്റി ഞാൻ കാണുന്നത് കൊണ്ട് ഏത് സാഹചര്യത്തിലും നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു ഉപദേശം അന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. കാരണം അത് മനസ്സിൽ അതൊരു ധൈര്യമായിരുന്നു. തീർച്ചയായും ആ ഒരു കഴിവ്, ഒരു ടാലന്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു ഉപദേശം തന്നതിൻ്റെ അർത്ഥം. അതൊരു ധൈര്യമായിരുന്നു, നമുക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം ആയിരുന്നു. ദൈവ സഹായത്താൽ ഇതുവരെ അതിന് മങ്ങലേൽപ്പിക്കാതെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാര്യം എന്ന് വെച്ചാൽ ഫാൾ ട്രാവൽ മാർട്ട്, അപ്പോൾ ആ ഒരു വാക്ക് എന്താണെന്നൊരു പ്രേക്ഷകർ, ഫാൾ ട്രാവൽ മാർട്ട് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഇന്ത്യയിലെ കമ്പനി. ട്രാവൽ മാർട്ട്, അവിടെ ഞങ്ങൾ ട്രാവൽ രംഗത്തും ടൂറിസം രംഗത്തും വളരെ സജീവമായിട്ടുള്ളവരാണ്. ഫാൾ എന്ന് പറഞ്ഞാൽ ദോഹയിലെ ഒരു പ്രശസ്തമായ ബിസിനസ് ഗ്രൂപ്പാണ്. നിങ്ങൾക്കറിയാം, ദോഹയിലെ ഈ അറബ് രാജ്യങ്ങളിൽ അവരുടെ സ്പോൺസർഷിപ്പിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഫാൾ ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഇവിടുത്തെ പാർട്ട്ണർ. അവർ രണ്ടും കൂടി ചേർന്ന് ഫാൾ ട്രാവൽ മാർട്ടായി എന്ന് മാത്രമേ. തീർച്ചയായും. അപ്പോൾ ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ട്രാവൽ മാർട്ടിൽ നമ്മൾ ട്രാവൽസ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞങ്ങളുടെ പ്രധാനമായിട്ട് ഒരു അയാട്ട ട്രാവൽ ഏജൻസിയാണ്. തീർച്ചയായും ടിക്കറ്റിംഗ് അയാട്ട ട്രാവൽ ഏജൻസിയാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ടൂർ ഡിവിഷൻ സെപ്പറേറ്റ് ഉണ്ട്. ഖത്തർ ടൂറിസം അതോറിറ്റിയുടെ വളരെ അപൂർവമായിട്ടുള്ള ഓതറൈസ്ഡ് ടൂർ ഓപ്പറേറ്റേഴ്സിൽ ഒരാളാണ് ഞങ്ങൾ. അവരുടെ ഒപ്പം ലോകമെമ്പാടും ഖത്തറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ എക്സിബിഷനുകളിലും സഞ്ചരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് കാർഗോ ഡിവിഷൻ ഇവിടെയുണ്ട്, റെൻ്റൽ കാർ ഡിവിഷൻ ഇവിടെയുണ്ട്. പിന്നീട് ദോഹയുടെ മറ്റ് മേഖലകളിൽ ടെലികമ്മ്യൂണിക്കേഷൻ, മെറ്റീരിയൽ സപ്ലൈ തുടങ്ങിയ മറ്റ് ഡിവിഷനുകളും തുടക്കം ട്രാവൽ വന്നു. പിന്നെ അതിന്റെ ഒരു പാർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഉണ്ടാക്കിയെടുത്തു. മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട്? ട്രാവലിൽ ഞങ്ങൾക്കൊരു 30 കൂടുതൽ സ്റ്റാഫുണ്ട്. അത് മുഴുവൻ വളരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്റ്റാഫാണ്. മറ്റ് പല സ്ഥാപനങ്ങളിലുമായി ഒട്ടേറെ ആളുകൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നാട്ടിലും ഇത് ട്രാവൽസിന്റെ ബിസിനസ് തന്നെയായിരുന്നു. ഇവിടെ എന്താണ് നാട്ടിലെയും ഇവിടത്തെയും തമ്മിലുള്ള വ്യത്യാസം? നാട്ടിലും ഇവിടെയും തമ്മിൽ ചെയ്യുന്ന പണിക്ക് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ചെയ്യുന്ന രീതികൾക്കാണ് വ്യത്യാസം. ഇവിടെ കുറെ കൂടി എളുപ്പമാണ്. കാരണം ഇവിടെ നിശ്ചിതമായിട്ടുള്ള നിയമങ്ങളും നിശ്ചിതമായിട്ടുള്ള ചില രീതികളും ഉള്ളതുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിന് ചില കൃത്യതകളുണ്ട്. നാട്ടിൽ നമുക്കൊക്കെ അറിയാം അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ. അതെ. പിന്നെ നമുക്കിവിടെ ഒരു ജോലി ഏറ്റെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ട്രാവൽ അല്ലാത്ത രംഗത്തായാലും നിശ്ചിത സമയത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. കാരണം എല്ലാവരും കമ്മിറ്റഡാണ്. നാട്ടിലുള്ള ഒരു പ്രധാന പ്രശ്നം കമ്മിറ്റഡ് അല്ല എന്നുള്ളതും എപ്പോഴെങ്ങനെയൊക്കെയാണ് മുടക്കുകൾ വരുന്നതെന്നും ആയിത്തീരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയും. താങ്കളുടെ പാർട്ടിയും തീർച്ചയായും ഇത് ബന്ദ് ഹർത്താല് ഇതിന്റെ മാത്രമല്ല, നമ്മുടെ ഒരു കൾച്ചറാണത്, ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ ആറ്റിറ്റ്യൂഡാണ്. കാരണം അത് മാറാതെ നമുക്കൊരിക്കലും ഒരു വികസനം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാടിനെ കുറിച്ച്, കാരണം വികസനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ നമ്മുടെ നാട്ടിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരാളാണ്. കാരണം വികസനം എന്തായാലും എനിക്ക് ചോദിക്കാൻ പറ്റുന്നതെങ്കിൽ താങ്കളോട് മാത്രമായിരിക്കും. കാരണം താങ്കൾ ഈ രാജ്യത്തെല്ലാം വന്ന് കാണുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് കാണുന്ന വികസനം
ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരു 100 വർഷങ്ങൾക്ക് വേണ്ടി അവർ ഇന്നേ തയ്യാറെടുപ്പെടുക്കുകയാണ്. അവരുടെ റോഡുകളാവട്ടെ, അവരുടെ മറ്റുള്ള എന്ത് രീതിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്തായിക്കോട്ടെ. എന്താണ് നമ്മുടെ നാടിൻ്റെ കുഴപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ? രാഷ്ട്രീയക്കാരൻ തീരുമാനമെടുക്കുമ്പോൾ, ഭരണാധികാരി തീരുമാനമെടുക്കുമ്പോൾ 50 വർഷത്തിന് ശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം തീരുമാനമെടുക്കാനെന്നാണ് ചാണക്യൻ മുതൽ ഉള്ള ആളുകൾ നമ്മോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായി ബഹുഭൂരിപക്ഷവും നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ കുറെ കൂടി ദീർഘവീക്ഷണത്തോടു കൂടി, അത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജനാധിപത്യം പല കാര്യങ്ങൾക്കും ആ തരത്തിൽ, ജനാധിപത്യത്തെ ഒക്കെ ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കുന്നവരും നെഞ്ചിലേറ്റുന്നവരുമാണ് നമ്മളെങ്കിൽ ചില ഘട്ടങ്ങളിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോൾ ആയിട്ട് വരുന്നുണ്ട്. അതിന് നല്ല ഗുണങ്ങളാണ് 99% കൂടി. ഇവിടെ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് നടപ്പിലാക്കാനായിട്ട് യാതൊരു തടസ്സവുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ഖത്തറിൻ്റെ തന്നെ ജനസംഖ്യയിൽ ഒരു 70% കൂടുതൽ എക്സ്പാട്രിയേറ്റ്സാണ്, പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ്. അവർ ജോലി ചെയ്യാൻ വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രതികരണശേഷി അവൻ എന്താണോ പ്രതീക്ഷിച്ച് വന്നത് അവനത് കിട്ടുന്നു, അവൻ ഹാപ്പിയാണ്, അവനവൻ്റെ കുടുംബം നോക്കുന്നു. തീർച്ചയായും അവൻ എക്സ്പെക്ട് ചെയ്യുന്നു, അതിന് മോറായിട്ട് അവന് കിട്ടുന്നു. അപ്പോൾ അയാൾ വളരെ സൈലന്റ് ആണ്, വളരെ കുറച്ച്. കാരണം ഇവിടെ ഞാനും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജോലി ചെയ്യാനാണ്. ഇപ്പോൾ ഒരു വ്യവസായി ആയാൽ പോലും ദിവസത്തിൽ 8-10 മണിക്കൂർ ഞങ്ങളും ജോലി ചെയ്യും, ഏവരും ജോലി ചെയ്യുന്നു. പക്ഷേ നാട്ടിൽ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നമുക്കത് വളരെ ഒരു സെക്യൂർ അല്ല. കാരണം നമ്മളൊരു 26 ദിവസവും, ഒരു മാസത്തിൽ 26 ദിവസവും ഇവിടെ ജോലി നടക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയും. അതനുസരിച്ച് നമുക്ക് പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ കഴിയും. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യും. ഇവിടെ 8 മണിക്കൂർ 26 ദിവസം അത് ജോലി മിനിമം നടന്നിരിക്കും. ഓവർ ടൈം വേറെ അതിൽ കുറയില്ല, താഴോട്ട് പോയില്ല. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും സമയബന്ധിതമായി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. കാരണം ഒരു വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് താങ്കൾക്കറിയാം, തൊഴിലാളികളുടെ സേവനം വളരെ വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിൽ താങ്കൾക്ക് തൊഴിലാളികളുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണ്? ഈ സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ ഇത് ഇവിടെ വരെ എത്തിയതിൻ്റെ പ്രധാന ഘടകം തൊഴിലാളികൾ തന്നെയാണ്. ഇപ്പോൾ കഴിയാവുന്ന മേഖലയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പരിചയപ്പെട്ടാൽ അവരൊക്കെ വലപ്പാടുകാരും ഇടമുട്ടുകാരും തന്നെയാണ്, ഒരു മേഖലകളിലൊക്കെ തന്നെ. ഇവിടെ ഒരു ടീം വർക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായ ജോലിയൊന്നും എനിക്കോ എൻ്റെ സ്റ്റാഫിനുമില്ല. ട്രാവൽ ഇൻഡസ്ട്രിയിൽ തന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 24 മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാണ് എൻ്റെ സ്റ്റാഫ് എന്നുള്ളതാണ്. എല്ലാവരുടെ വീട്ടിലും ഈ സിസ്റ്റം വെച്ച് കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാം അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോർപ്പറേറ്റ് ക്ലയൻസിനായാലും ഞങ്ങളുടെ ഏത് ക്ലയൻസിനും ഓഫീസ് ഇല്ലാത്ത സമയത്തായാലും അവർ വീട്ടിൽ വിളിച്ചാൽ അവരവിടെ നിന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ ഈ ടിക്കറ്റ് ആയതുകൊണ്ട് ഇമെയിൽ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഓഫീസിൽ വരാതെ തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. അത് 24 മണിക്കൂറും എൻ്റെ സ്റ്റാഫ് സന്നദ്ധരാണ്. പിന്നെ നാട് വിട്ട് ഇവിടെ വന്നിരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫീലിംഗ്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷം അവർക്ക് ഓഫീസിലിരിക്കുന്നതാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ടീം അറ്റ്മോസ്ഫിയർ, ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ എങ്ങനെയാണോ താല്പര്യത്തോടു കൂടി നാം പങ്കെടുക്കുന്നത്, ആ ഒരു ടീം സ്പിരിറ്റ് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റാഫിന് ഇവിടെ ഞങ്ങളുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റിലുള്ളത്.